അതെ, നമുക്കിന്ന് നല്ല സോഫ്റ്റ് അപ്പവും ഒരു ചിക്കൻ മപ്പാസും ഉണ്ടാക്കിയാലോ. 2 ഗ്ലാസ് ഇഡ്ഡലി റൈസ് എടുത്ത് കഴുകി കുതിർത്ത് വയ്ക്കുക. കുറച്ച് തേങ്ങയും ചുമന്നുള്ളിയും കുറച്ച് ജീരകവും ഇട്ടത് നന്നായിട്ട് അരച്ചെടുക്കാം. കൂടാതെ ഒരല്പം ചോറും കൂടെ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും അപ്പം. അല്പം പാലെടുത്ത് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാരയും ഈസ്റ്റ് ഇട്ട് നമുക്ക് വയ്ക്കാം. ഈസ്റ്റ് ആക്റ്റീവായി കഴിയുമ്പോൾ നമുക്കത് അരച്ചു വച്ചിരിക്കുന്ന മാവിൻ്റെ അകത്ത് ചേർത്ത് ഇളക്കി വയ്ക്കാം. അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് മാവ് പുളിച്ച് പൊങ്ങി വരുന്നത് കാണാം. പുളിച്ച് വന്ന മാവിലേക്ക് നമുക്ക് ഒരല്പം പഞ്ചസാരയും ഉപ്പും ചേർത്ത് ഇളക്കി അപ്പം നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനും 2 സവോളയും 1 തക്കാളിയും 1 ക്യാരറ്റും 1 പൊട്ടറ്റോയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും അല്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി. ആദ്യം ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ബാക്കി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അത് നന്നായി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് സവോള വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നാട്ടിലാണെങ്കിൽ 3-ാം പാലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനത് വെള്ളം ചേർത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഈസിയും സിമ്പിളുമായിട്ടുള്ള റെസിപ്പികളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുക്കിംഗ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചിക്കനും പൊട്ടറ്റോയും ക്യാരറ്റും നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി കറി മാറ്റി വയ്ക്കാം. കടുക് പൊട്ടിച്ചില്ലെങ്കിൽ കറിക്ക് എന്താ ഒരു ഗുമ്മില്ലാത്തതെന്ന് തോന്നില്ലേ? അതുകൊണ്ട് നമുക്ക് കറിയിലൊന്ന് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇതിനായി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കറിയുടെ മൂടിലേക്ക് നമുക്ക് താളിപ്പായിട്ട് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെഡ്ജസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള നല്ല രുചിയുള്ള ചിക്കൻ മപ്പാസ് റെഡിയായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.